18 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം മോഹൻലാലും മമ്മൂട്ടിയും വീണ്ടും ഒന്നിക്കുന്ന ചിത്രമാണ് പേട്രിയറ്റ്. മികച്ച പ്രതികരണമാണ് ചിത്രത്തിന് തിയേറ്ററുകളിൽ നിന്ന് ലഭിക്കുന്നത്. മമ്മൂട്ടിയും മോഹൻലാലും പ്രധാന വേഷത്തിലെത്തിയ പാട്രിയറ്റ് എന്ന സ്പൈ ത്രില്ലർ ചിത്രം ഇന്നാണ് ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ പുറത്തിറങ്ങിയത്. മഹേഷ് നാരായണൻ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിന്റെ ടിക്കറ്റുകൾ ദിവസങ്ങൾക്ക് മുന്നേ തന്നെ വിറ്റുതീർന്നിരുന്നു. ഇപ്പോഴിതാ ചിത്രം ബോക്സ് ഓഫീസിൽ 4 കോടി കവിഞ്ഞു. മമ്മൂട്ടി, മോഹൻലാൽ, നയൻതാര, ഫഹദ് ഫാസിൽ, രേവതി, കുഞ്ചാക്കോ ബോബൻ എന്നിവരടങ്ങുന്ന ശ്രദ്ധേയവും താരനിബിഡവുമായ ഒരു സംഘമാണ് പാട്രിയറ്റിലുള്ളത്. മമ്മൂട്ടിയും മോഹൻലാലും 18 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒന്നിക്കുന്ന ചിത്രം എന്ന പ്രത്യേകതയും ഈ സിനിമയ്ക്കുണ്ട്. പാട്രിയറ്റ് ഒരു സ്ലോ ബേൺ സ്പൈ ത്രില്ലറാണ്. വളരെ ആകർഷകമായ കഥാഗതിയാണ്. റിയലിസ്റ്റിക് ആക്ഷൻ കോറിയോഗ്രഫി, മികച്ച കഥാപാത്ര വികസനം, അവിസ്മരണീയമായ പ്രകടനങ്ങൾ എന്നിവയും ഇതിലുണ്ട്. എന്നിരുന്നാലും രണ്ടാം പകുതി ദുർബലമാണെന്നാണ് അഭിപ്രായം. ഇതുവരെ മലയാളം സ്പൈ ത്രില്ലർ പ്രേക്ഷകരുടെ ഇടയിൽ നിന്ന് സമ്മിശ്ര പ്രതികരണമാണ് ചിത്രത്തിന് ലഭിക്കുന്നത്. പ്രകടനത്തിനും കഥാസന്ദർഭത്തിനും സംഗീതത്തിനും അതേസമയം പ്രശംസ ലഭിച്ചു. ആൻഡ്രോ ജോസഫും KG അനിൽകുമാറും ചേർന്നാണ് ചിത്രത്തിന്റെ നിർമ്മാണം. സുഷിൻ ശ്യാം സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്ന ചിത്രത്തിന്റെ എഡിറ്റിംഗ് മഹേഷ് നാരായണനും രാഹുൽ രാധാകൃഷ്ണനും ചേർന്നാണ്. 2008 ജോഷി സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ 2020 എന്ന ചിത്രത്തിലാണ് മമ്മൂട്ടി മോഹൻലാലും ഒന്നിച്ച അവസാന ചിത്രം. 2013 രഞ്ജിത്ത് സംവിധാനം ചെയ്ത മമ്മൂട്ടി നായകനായി എത്തിയ കടൽ കടന്നൊരു മാത്തുക്കുട്ടി എന്ന ചിത്രത്തിൽ മോഹൻലാൽ അതിഥി വേഷത്തിൽ എത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.